the girl who's feeling lost right now, to the girl who's feeling overwhelmed, I just want to tell you, you're not alone. നിങ്ങളെല്ലാവരും ഇപ്പം ഗേൾസ് എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. ദാറ്റ് ആഫ്റ്റർ സർട്ടൻ ഏജ്, ആഫ്റ്റർ ആൻ എക്സ്റ്റെൻറ്റ് ഗേൾസ് കൂടുതൽ തുടർന്ന് പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗേൾസിന് അടുത്ത് എപ്പോഴും പറയുന്നത് ഈ ഒരു ഏജ് ആകുമ്പോഴേക്കും നിങ്ങൾ ഇത് ചെയ്യണം, ഈ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കണം, ഈ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണം, അല്ലേ? ആ ഒരു വേ ഓഫ് ലൈഫാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മൈൻഡിൽ പറഞ്ഞ് വരുന്നത്. ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മളെ മനസ്സും നമ്മൾ അങ്ങനെ ചാനലൈസ് ചെയ്ത് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ടാവും, ഞാൻ ഓൾറെഡി ഐ എം റണ്ണിങ് ലേറ്റ്, ലൈക്ക് ഞാൻ ഇതുവരെ നീറ്റ് ക്ലിയർ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരു നല്ല കോഴ്സ് സെലക്ട് ചെയ്തില്ല, ഇതുവരെ ഞാനൊരു പ്രൊഫഷണൽ കോഴ്സിൽ കയറിയിട്ടില്ല, ഒരു സെക്യൂറിങ് കരിയറിലേക്ക് ഞാൻ എത്തുമോ? സോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിലെല്ലാം ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇമോഷണലി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ വരും. സോ പീരിയഡ്സ് വരുന്നതിന് മുമ്പുള്ള PMS, അതിൻ്റെ സ്ട്രെസ്, അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഹോർമോണൽ ഇഷ്യൂസ്, അതിൻ്റെ മൂഡ് ഫ്ലക്ച്വേഷൻസ്, മൂഡ് സ്വിങ്സ് പ്രശ്നങ്ങൾ വരുന്നു. പീരിയഡ്സ് വരുമ്പോഴുള്ള അതിൻ്റെ പെയിന് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, വോമിറ്റിംഗ്, തലവേദന, അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മെൻസ്ട്രുവൽ ഇഷ്യൂസ് ആയിട്ടുള്ള ബോഡി നോർമാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ 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 എല്ലാം കൂടെ ആകെപ്പാടെ കുഴഞ്ഞിരിക്കുകയാണ് എൻ്റെ ഗേൾസ്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കും, ബട്ട് പറ്റാറില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു കം ആൻഡ് ടെൽ യു സം തിങ്സ് വിച്ച് മൈറ്റ് ഹെൽപ്പ് യു, വിച്ച് ഹാസ് ഹെൽപ്പ് മീ. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷെയർ ഇറ്റ് വിത്ത് യു. അതായത് ഞാൻ എപ്പോഴും പറയും, ഗേൾസ് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്, ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ബിക്കോസ് നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്താലും, ആസ് ലോങ് എസ് യു ആർ നോട്ട് ഏർണിംഗ് യുവർ ഓൺ, യു ഡോണ്ട് ഹാവ് യുവർ ഓൺ മണി, യു ഡോണ്ട് ഹാവ് ദ പവർ ടു മേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു സെക്യൂർ ജോബ് കിട്ടുന്ന, നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ഒരു കരിയറിലേക്ക് നമ്മൾ എത്താനാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഈ പരിശ്രമമൊന്നും ശരിയല്ല, ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. ഓർക്കുക, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്കൊരു സെക്യൂർ ആൻഡ് ഒരു സേഫ് കരിയർ തരുന്ന ഒരു കോഴ്സിന് വേണ്ടിയിട്ട്, ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും ഫിനാൻഷ്യലി നിങ്ങളെ ഒട്ടും സ്ട്രെയിൻ ചെയ്യിക്കാതെ, നിങ്ങളുടെ ഫാമിലിയെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. യു ആർ ഓൾറെഡി വർക്കിംഗ് ടുവേർഡ്സ് എ ഗോൾ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എല്ലാ ദിവസവും ഇപ്പം നമുക്ക് ഒരേപോലെ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ യുവർ ഗ്ലാസ് മൈറ്റ് ബി ഫുൾ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം അത് ഹാഫ് ആയിരിക്കും, ഒരു ദിവസം അത് ക്വാർട്ടർ ആയിരിക്കും, ഒരു ദിവസം ചിലപ്പോൾ എംപ്റ്റി ആയിരിക്കാം. നമുക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഓക്കെ. ഇത് ബോയ്സിനും അഡാപ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. എവ്രി ഡേ യു മെ നോട്ട് ബി ലൈക്ക് യുവർ ഗ്ലാസ് മെ നോട്ട് ബി ഫുൾ. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ എന്താ പറയുക, മുകളിലും താഴെയുമായി ഇങ്ങനെ ചെയ്ത് പോകുന്നു. ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, കുറേ അച്ചീവ് ചെയ്യാൻ പറ്റി, ക്ലാസ്സൊക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില ദിവസം നമുക്ക് ഉറക്കം വന്നാണ്, നമ്മൾ ക്ഷീണിച്ച് കാണും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് അബൌട്ട് ഹൗ യു കം ബാക്ക് ഓൺ ദ നെക്സ്റ്റ് ഡേ. ഒരു ദിവസം നമ്മൾ അങ്ങ് എംപ്റ്റി ആയിപ്പോയി, വയ്യാണ്ടായിപ്പോയി, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ നമ്മളെ തിരിച്ച് നമ്മളുടെ റുട്ടീനിലേക്ക് കൊണ്ടുവരുന്നു, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടടാ. സോ അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ ലൈഫിൽ ലോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ദർ ആർ പ്ലെന്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദർ. We don't have emotional independence. I think as girls, financial independence is very important, but at the same time, more than all that, being emotionally independent is the much more important part. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു ഫൈറ്റ് നടന്നു, ഒരു പാരൻസ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ നടന്നു, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലാണ്, നമ്മുടെ മനസ്സ് ഫുൾ ഇതാണ്, വീട്ടിൽ എന്തായിരിക്കും നടക്കുന്നത്, വീട്ടിൽ അവരെന്താണ് ഇങ്ങനെ, എൻ്റെ ഫാമിലി എന്താണ് ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസ് എന്തൊരു സപ്പോർട്ടീവാണ്, എന്തൊരു ഹാപ്പിയാണ്, എൻ്റെ വീട്ടിൽ മാത്രം എന്താണ് ഇങ്ങനെ, ആലോചിച്ച് നമ്മൾ രാത്രി ഫുൾ ഇരുന്ന് കരയുന്നു, അല്ലേ? ചിലപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾ ക്ലാസ്സിൽ പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും നിങ്ങളുടെ പാരൻസിന് ഇങ്ങനെ ഒരു സംഭവം നടന്ന ഒരു ഇതേ ഉണ്ടാവില്ല. എല്ലാവരും ഓക്കെ ആയിരിക്കും, ഈ ഫൈറ്റ് നടത്തിയ ആളുകളൊക്കെ ഓക്കെ ആകും, അവരൊക്കെ പെർഫെക്റ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങളാക്കി, എൻ്റെ ലൈഫ് മാറില്ല, എൻ്റെ ലൈഫ് ഡിപ്രസിങ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, യു ഡോണ്ട് ഹാവ് ടു ബോദർ യുവർസെൽഫ് ടു മച്ച് ഇൻ ടു ഓൾ ഓഫ് ദിസ്, ബിക്കോസ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ കീപ് ഹാപ്പനിങ്.
അപ്പോൾ നമുക്ക് എന്താണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞു ഇനി അടുത്തത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. ഓക്കെ, ഞാൻ വിഷമിച്ചു, എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്സുമായിട്ട് പ്രശ്നം ഉണ്ടായി, somebody is not talking to me, that's bothering me, okay fine, it's done, ഐ ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് തിങ്ങിലേക്ക് പോകാൻ പറ്റണം. വി ഷുഡ് ബി ഏബിൾ ടു channelize our mind, and that's emotional independence. That's very important, children. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അയാൾ എന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഈ കുട്ടി എന്നോട്, ഈ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ മനസ്സിൽ വെച്ച് നമ്മളിങ്ങനെ അക്യുമുലേറ്റ് വി കീപ് ഡ്വെല്ലിംഗ് ഇൻ ദ പാസ്റ്റ്, ആൻഡ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ എനി വേ. ആ ഭാരമില്ലേ, നമ്മളിങ്ങനെ ഒരു കല്ല് ഇറക്കി വെച്ചോലെ അതിങ്ങനെ കൂടി ആ ആളുടെ അടുത്ത് നമുക്ക് എങ്ങനെ വെച്ചാൽ അയാളുടെ അടുത്ത് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിച്ചാൽ എന്താവും അറിയില്ല. ഇതിങ്ങനെ മനസ്സിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ, നിങ്ങളുടെ ഓവറോൾ ആ മൂഡിനെ തന്നെ നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ. പിന്നെ ഇപ്പം വേറൊരു കാര്യമാണ്, നമുക്കിങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അപ്പം അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനുള്ള നല്ല കഴിവുണ്ടാവും. അതിങ്ങനെ കേട്ടിരിക്കും, നമ്മൾ ചിലപ്പോൾ അതോർത്ത് കുറേ വിഷമിക്കും. പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ, നമ്മുടെ ഫ്രണ്ട് ആവാം, ബെസ്റ്റ് ഫ്രണ്ട് ആകാം, ആരുമാവാം. സോ ദാറ്റ് പേഴ്സൺ ഈസ് എപ്പോഴും വേണമെങ്കിൽ നിങ്ങളോട് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഇതൊക്കെ പറയുമ്പോഴാണ് ഭയങ്കര ആശ്വാസം, നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഓക്കെ, യു ആർ ദെയർ ടു ലിസൺ ടു ദാറ്റ് പേഴ്സൺ, പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഓവർലി അവൈലബിൾ ഫോർ എനിബഡി. നമ്മൾ ഓവറായിട്ട് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ അവൈലബിൾ ആകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇങ്ങനെ ഒരാളെ കുറേ കേട്ട് കഴിഞ്ഞിട്ട് വാട്ട് ആർ യു ഗെയിനിങ് ഔട്ട് ഓഫ് ഇറ്റ്? അയാളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം അതിനുണ്ടാവുന്നില്ല, അയാളുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. ഈവൻ യുവർ ലൈഫ്, യുവർ തിങ്സ് ആർ നോട്ട് ചേഞ്ചിങ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് യു ഇൻ എനിവേ. സോ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇഫ് സംതിങ് ഈസ് നോട്ട് ആഡിങ് വാല്യൂ ടു യുവർ ലൈഫ്, ഇഫ് സംതിങ് ഈസ് നോട്ട് മേക്കിംഗ് യു ഫീൽ പ്രൊഡക്റ്റീവ്, ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. അപ്പം അത് മക്കൾ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഓവർലി മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ പ്രഷ്യസ് സമയമാണ് പോകുന്നത്. അത് ശ്രദ്ധിക്കുക. അതും ഇമോഷണൽ ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ നമ്മൾ അവരെ കേട്ടിരുന്നു, അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട് വാട്ട് ഈസ് ദി എൻഡ് ഓഫ് ഇറ്റ്? What is the end of it? You're just discussing, right? Yes. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഇമോഷൻസിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മുടെ വിഷമങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എനിക്ക് അടുത്ത കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡിനെ നമ്മൾ ബിസി ആക്കി വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് ഇറ്റ്സ് ഓൾ ടു മച്ച്, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പ്രശ്നമാണ്, യു ആർ നോട്ട് അലോൺ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെക്കാളും കൂടുതലായിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. We all should learn to be in peace with our own company. നമ്മുടെ തന്നെ കമ്പനി, അതായത് തന്നെ കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം, തന്നെ എൻ്റെ വിഷമങ്ങളെ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റും, തന്നെ എൻ്റെ കാര്യങ്ങൾ പഠിക്കാനും മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റും നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ, നമ്മുടെ തന്നെ കമ്പനി നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ലൈക്ക് യു ഹാവ് വൺ ദ വേൾഡ്. ബിക്കോസ് പിന്നെ നമുക്ക് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേറൊരാളുടെ അഡ്വൈസിൻ്റെയോ ഇതിനെയോ നമുക്ക് ആവശ്യമില്ല. അപ്പം അതൊന്ന് അച്ചീവ് ചെയ്യാൻ എൻ്റെ മക്കൾ ശ്രമിക്കുക, എസ്പെഷ്യലി മൈ ഗേൾസ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു. ടേക്ക് എ ഡീപ് ബ്രെത്ത്. യു ആർ നോട്ട് ബിഹൈൻഡ്, യു ആർ ജസ്റ്റ് ബ്ലൂമിങ്, ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ. And you're not alone in this. I'm here for you. I'm always with you. I hope this message was helpful. Good luck.